മുടി നരച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ സ്റ്റോപ്പ് ചെയ്യാനും കൂടുതലും മുടികൾ നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കറുപ്പിക്കാനും അതിലുപരി നിങ്ങൾക്ക് എത്ര വലിയ സഹിക്കാൻ പറ്റാത്ത രൂക്ഷമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ് എന്നുണ്ടെങ്കിലും അത് ഉടനെ സ്റ്റോപ്പ് ചെയ്ത് മുടിവേരിനെ നിങ്ങളുടെ റൂട്ട്സ് മുതൽ തന്നെ നമ്മുടെ ആ മുടിവേര് മുതൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മൈലാഞ്ചി. മൈലാഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഹെയർ കെയറിൽ ഇന്ന് കാണിക്കുന്ന ഞാൻ ഈ ഒരു രീതി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടാൻ പോണത്. അതിനായിട്ട് ഞാനിപ്പോൾ മൈലാഞ്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കൈപ്പിടി കണക്കിന് എടുത്തൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇലയായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡറായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ തേയിലപ്പൊടി നമ്മുടെ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ തേയില വെള്ളം ഒഴിക്കാറില്ലേ, അതിന് പകരം നമ്മൾ 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി അങ്ങനെ ഇതിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്ന ഈ ഒരു പേസ്റ്റിലോട്ട് നമ്മുടെ ഭൃംഗരാജ് ഉണ്ടല്ലോ, കയ്യോന്നിയുടെ പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യോന്നി ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി വളരാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ കയ്യോന്നിയൊന്നും എനിക്കിപ്പോൾ കിട്ടാനേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പൗഡറായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പൗഡറായിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇല ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മൈലാഞ്ചി അരച്ചെടുത്ത പോലെ തന്നെ മൈലാഞ്ചി ഒരു പിടി, കയ്യോന്നി ഒരു പിടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണും തേയിലപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇലയായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൗഡറായിട്ട് മൈലാഞ്ചി അരച്ചെടുത്ത ശേഷം ഈ ഒരു പൗഡർ മൈലാഞ്ചിയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അടിപൊളി സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു അടിപൊളി സൊല്യൂഷനാണ്. ഇപ്പം എല്ലാവരുടെയും പ്രശ്നമാണ് നരച്ച മുടി. കുട്ടികൾക്ക് വരെ മുടി നരച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ 2 ആഴ്ചയിൽ 1 തവണ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും അപ്പാപ്പന്മാർക്കും അതേപോലെ തന്നെ അമ്മമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാരണം എല്ലാവർക്കും നരച്ച മുടിയുടെ പ്രശ്നമുണ്ട്, മുടി കൊഴിച്ചലിൻ്റെ പ്രശ്നമുണ്ട്, മുടി വളരാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാത്തിനും പൊതുവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ മുടി നല്ലപോലെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഷാമ്പൂ ഇട്ട് മുടി വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മുടിയിൽ വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഹെയർ ഓയിൽ, അതായത് ഓയിലി ആയിട്ടുള്ള ഹെയറിൽ ഈ ഒരു പാക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ ഇന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി വൃത്തിയായിട്ട് കഴുകി വെക്കുക, പിറ്റേ ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നേരം അങ്ങനെ തന്നെ വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ നിങ്ങൾ മുടി കഴുകിയെടുക്കുക. വീണ്ടും നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യാൻ പാടില്ല, അത് മാത്രം മനസ്സിലാക്കുക. ആഫ്റ്റർ ഹെയർ വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറുത്ത മുടി ഒരിക്കലും ചുമന്നിരിക്കില്ല കേട്ടോ. മിക്ക ആൾക്കാരുടെയും സംശയമാണ് മൈലാഞ്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചുമന്ന കളറായി പോകും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അത് നരച്ച മുടിയാണെന്നുണ്ടെങ്കിൽ അതൊരു കളർ ചേഞ്ച് വരും. അങ്ങനെ ചുമന്ന കളറല്ല, നല്ലൊരു കളർ ചേഞ്ച് വരും എന്നല്ലാതെ നമ്മുടെ മുടി അങ്ങനെ ചുമന്നിരിക്കുക ബോറായിരിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കറുത്ത മുടിക്ക് ഒന്നും കൂടി കളറ് കൂടുതൽ കിട്ടും, കൂടുതൽ ബ്ലാക്ക് ആയിട്ട് ഒരു ഹെയർ കെയർ സഹായിക്കും. കുട്ടികളൊക്കെ മുടി നരയ്ക്കുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.